ലോകാവസാനം വരെ മനുഷ്യമക്കളോടൊപ്പമായിരിക്കാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ താണിറങ്ങുന്ന ദിവ്യകാരുണ്യം. ലോകമെങ്ങും ഓരോ അൾത്താരകളിൽ വൈദികരുടെ കരങ്ങളിൽ ഉയർത്തപ്പെടുന്ന ഗോതമ്പപ്പവും മുന്തിരിവീഞ്ഞും യേശുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന വിശുദ്ധ കുർബാനയെന്ന സ്വർഗീയ രഹസ്യം. ഈ മഹാരഹസ്യത്തിലെ ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തെ മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും സ്വർഗം കാലാകാലങ്ങളിൽ തിരുസഭയിൽ അനേകം അടയാളങ്ങളും അത്ഭുതങ്ങളും നൽകുന്നു. ഓസ്തിയും വീഞ്ഞും മാംസവും രക്തവുമായി മാറ്റപ്പെട്ട അത്ഭുതം നടന്ന ഇറ്റലിയിലെ ലാൻജിയാനോ അടക്കം നിരവധി സ്ഥലങ്ങളിൽ ഇന്നും അവ കേടുകൂടാതെ നിലനിൽക്കുന്നു. ഇതാ ഈ ഭാരതമണ്ണിലും. കേരളത്തിലെ വടക്കേ മലബാറിലെ കുടിയേറ്റ ഇടവകയായ തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ 2013 നവംബർ 15 അന്നത്തെ വികാരി ഫാദർ തോമസ് പതിക്കലച്ചൻ അർപ്പിച്ച ദിവ്യബലിയിൽ കൂദാശ ചെയ്ത തിരുവോസ്തിയിൽ യേശുവിൻ്റെ തിരുമുഖം തെളിഞ്ഞുവന്നു. 12 വർഷങ്ങളുടെ ശാസ്ത്രീയവും സഭാപരവുമായ പഠനങ്ങൾക്ക് ശേഷം തിരുസഭ ഇത് ഭാരതത്തിലെ പ്രഥമ ദിവ്യകാരുണ്യ അത്ഭുതമായി അംഗീകരിച്ച് 2025 മെയ് 31 വിശ്വാസികൾക്ക് പൊതു ആരാധനയ്ക്കായി നൽകി. ഈ സ്വർഗീയ പദ്ധതിക്കായി അന്ന് ദൈവം തെരഞ്ഞെടുത്ത ഫാദർ തോമസ് പതിക്കലച്ചൻ്റെ വാക്കുകൾ. 2013 നവംബർ 15 വെള്ളിയാഴ്ച. ഒരു വൈദികൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണിത്. ഞാൻ വൈദികപട്ടം സ്വീകരിച്ച ആ ദിവസത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയ ഒരു പ്രാധാന്യം തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ വികാരിയായിരുന്നു ഞാൻ ആ സമയത്ത്. ആ വെള്ളിയാഴ്ച പതിവുള്ള സമയത്ത് കുർബാന അർപ്പിക്കാനായി ഞാൻ ബലിപീഠത്തിൽ ചെന്നു. സാധാരണ ദിവസങ്ങളിലേതുപോലെ കുർബാന ചൊല്ലിത്തുടങ്ങി. കാഴ്ചവെപ്പും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും കൂദാശയും ഒക്കെ കഴിഞ്ഞ് പ്രഭാഷണ പ്രാർത്ഥന അല്ലെങ്കിൽ എപ്പിക്ലേസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് അത് ആരംഭിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരക്തങ്ങളായി പൂർണ്ണമായിട്ടും മാറ്റപ്പെടുന്നുവെന്നാണ് സഭ വിശ്വസിക്കുക. ആ കർമ്മത്തിന് ശേഷം തല ഉനിച്ച് ആചാരം ചെയ്തതിന് ശേഷമാണ് അപ്പം എടുത്തുയർത്തിക്കൊണ്ട് ഞാൻ ലോകത്തിൻ്റെ ജീവനുള്ള അപ്പമാകുന്നു എന്നൊരു പ്രാർത്ഥന തുടങ്ങുക. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പായി കുനിഞ്ഞ ആചാരം ചെയ്യുമ്പോഴാണ് കൂദാശ ചെയ്യപ്പെട്ട ഓസ്തിയുടെ മുകളിൽ എന്തോ ഒരു ചെറിയ അടയാളം, ഒരു കറുപ്പ് നിറം ഒരടയാളം പോലെ എനിക്ക് തോന്നിയത്. വളരെ നോക്കിയപ്പോൾ അതിലെന്തോ ഒരു അസ്വാഭാവികത തോന്നിയതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ദേവാലയ ശുശ്രൂഷയെ കപ്പ്യാരെ ഞാൻ വിളിച്ചു. അദ്ദേഹം വന്ന് കുനിഞ്ഞു നോക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഒരു മനുഷ്യൻ്റെ മുഖം പോലെ ഇരിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ പീലാസ കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അത് വെറൊരു മുഖമല്ല, യേശു ക്രിസ്തുവിൻ്റെ മുഖമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ ദിവസവും ബലിയർപ്പിക്കുകയും ബലിയർപ്പണത്തിൻ്റെ സമയത്ത് അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുഖം തിരുവോസ്തിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ എനിക്ക്
ഭയവും വിറയലുമൊക്കെ ഉണ്ടായി. ആകപ്പാടൊരു അസ്വസ്ഥത എന്നെ പിടികൂടി. പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികൾ ധരിച്ചത് എനിക്കെന്തോ അസുഖത്തിൻ്റെ ലക്ഷണമാണെന്നാണ് അവർ കരുതിയത്. പക്ഷെ കുർബാന കഴിഞ്ഞപ്പോൾ, ദിവ്യാന്റെ സ്വീകരണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തിരുവോസ്തി ആൾക്കാരെ കാണിച്ചു. കുർബാന പൂർണ്ണമാകണമെങ്കിൽ ഖുദാശ ചെയ്ത അപ്പം വിഭജിച്ച് തിരുരക്തത്തിൽ മുക്കി റുസ്മ ചെയ്യണം. പക്ഷേ ദൈവശാസ്ത്രമോ ലിറ്റർജിയുടെ ശാസ്ത്രങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാനൊന്നും അതനുസരിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ള ചിന്തയൊന്നും അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ തിരുവോസ്തി മുറിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നൊരു ഭയം എൻ്റെ മനസ്സിൽ പിടികൂടി. ഒപ്പം അത് മുറിക്കാതെ വെക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നലും. അതുകൊണ്ട് തന്നെ ഞാനത് സക്രാരിയിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറിന് ശേഷം സക്രാരി തുറന്ന് നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്ന ചിത്രം കുറേ കൂടി വ്യക്തതയോടെ തെളിഞ്ഞു കാണപ്പെടുകയായിരുന്നു. ആ സമയത്താണ് ആദ്യമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുകയും ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തത്. അധികം താമസിയാതെ തന്നെ പള്ളിമുറ്റം മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. അത്ഭുതം നടന്നു എന്ന് കേട്ട് എല്ലാവരും പാഞ്ഞു വന്നു. വന്നവരെല്ലാം പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുകയും ആരാധന നടത്തുകയും ഒക്കെ ചെയ്തു. അസാധാരണമായൊരു സംഭവമായതുകൊണ്ട് ഞാനത് അഭിവന്യ പിതാവിനെ, ജോർജ് വലിയേറ്റൻ പിതാവിനെ അറിയിച്ചു. പിതാവിന് നിർദ്ദേശപ്രകാരം തലശ്ശേരിയിൽ നിന്ന് 3-4 അച്ഛന്മാർ വന്നു. അവർ വന്ന് എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് അരളിക്കൽ പൂർണ്ണ ആരാധനയ്ക്കായിട്ട് വെച്ചു. രാത്രിയിലാണ് ആരാധന അവസാനിപ്പിച്ചത്. പിന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെയും ആരാധന തുടർന്നു രാത്രി വരെ. ഞായറാഴ്ച വെളുപ്പിന് 5 മണി കഴിഞ്ഞപ്പോൾ രൂപതാധ്യക്ഷ നിർദ്ദേശപ്രകാരം ഈ തിരുവോസ്തി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. സാധാരണയായി ഒരു രൂപത പരിധിക്കുള്ളിൽ ഇങ്ങനെയുള്ള സംഭവം, അതിസ്വാഭാവികമായ സംഭവങ്ങൾ നടന്നാൽ രൂപതാധ്യക്ഷന്മാർ അതിലെടുക്കേണ്ട ആദ്യത്തെ നടപടി ഇതാണ്. അബദ്ധജടിലമായ വിശ്വാസങ്ങളിലേക്ക് പോകാതെ സൂക്ഷ്മമായ വിശകലനത്തിന് പഠനത്തിന് ശേഷം മാത്രം പരസ്യമായി വണക്കത്തിന് വെക്കുന്ന ഒരു രീതിയാണ് സഭയ്ക്കുള്ളത്. അതനുസരിച്ചാണ് പിതാവ് അത് തലശ്ശേരിയിലേക്ക് രൂപതാ കേന്ദ്രത്തിലേക്ക് തിരുവോസ്തി മാറ്റിയത്. ഈ ഒരു മഹനീയ സംഭവത്തിന് ശേഷം ഇതിനെ വിമർശനാത്മകമായി വീക്ഷിച്ചിരുന്ന അവിശ്വാസികളായ വ്യക്തികളിൽ നിന്നും ഏറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ വൈദികൻ, എങ്കിലും അവയെല്ലാം ദൈവഹിതത്തെ പ്രതി നിശബ്ദമായി സഹിച്ച വൈദികൻ, കാലങ്ങൾക്കിപ്പുറം ഈ അത്ഭുതം തിരുസഭ അംഗീകരിച്ചു നൽകുമ്പോൾ കർത്താവിൻ്റെ മുൻപിൽ നന്ദിയോടെ വിനയത്തോടെ ഈ സ്വർഗീയ പദ്ധതിയുടെ മഹത്വത്തെ തോമസ് അച്ഛൻ വീണ്ടും സ്മരിക്കുന്നു. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. വ്യക്തമായ ഒരു അറിവ് എനിക്കതേക്കുറിച്ചില്ല. എൻ്റെ സഭയുടെ പഠനങ്ങൾ കുറേയേറെ നടന്നു. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു 6 അംഗ പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. പിന്നെ തിരുവോസ്തി പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങൾക്കുമായി പല സ്ഥലങ്ങളിലൂടെയും കൊണ്ടുപോയി റോമിൽ വരെ എത്തി. റോമിൽ ഗവേഷണ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്ക് ശേഷം ഒരു 3 അന്തിമ പരിശോധനകളുണ്ടായിരുന്നു. അതിനുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിലുള്ളത് കൊണ്ട് തിരുവോസ്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എത്തിക്കാൻ സ്ഥാനപതി. ഇന്ത്യയിൽ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് പരിശോധനകൾ 3 നടത്തിയത്. ഈ 3 പരിശോധനകളുടെയും ഫലം രൂപത കേന്ദ്രത്തിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലുള്ള ചിത്രം പുറമേ നിന്നുള്ള എന്തെങ്കിലും വസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടായതല്ലെന്നും ഈ തിരുവോസ്തിയിലുള്ള അതേ പദാർത്ഥത്തിൻ്റെ രൂപമാറ്റം മാത്രമാണെന്നുമാണ് ഈ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും വിദഗ്ധരും അടങ്ങിയ സംഘം കണ്ടെത്തിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് വത്തിക്കാൻ ഈ തിരുമുഖം പതിഞ്ഞ തിരുവോസ്തിയെ ഒരടയാളമായിട്ട് പ്രഖ്യാപിച്ചത്. അതിനൊരു അത്ഭുതമെന്ന് വിളിക്കാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. കാരണം കുർബാനയിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാന തന്നെയാണ്.
കർത്താവിൻ്റെ ശരീരരക്തങ്ങളായിട്ട് ഈ അപ്പവും വീഞ്ഞും മാറുന്നതാണ് യഥാർത്ഥത്തിൽ അത്ഭുതം എന്ന് പറയുന്നത്. ആ തിരുവോസ്തിയുടെ മുകളിൽ ഒരു ഛായാചിത്രം പതിയുന്നത് അത് അത്ഭുതമല്ല, അതൊരു അടയാളമാണ്. കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് ഇതെന്ന് വിശ്വാസികളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നതിനും വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിനും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നതിനും ദിവ്യാനത്തോടുള്ള ഭക്തിയിൽ വളരുന്നതിനും വേണ്ടി വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്ന ഒരടയാളമായിട്ടാണ് ആ സഭ അതിനെ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത് ഇതുവരെ. ആത്മാവിൽ നിറയുന്ന സങ്കീർത്തനം, അകതാരിൽ നിന്നുയരും സ്തുതി കീർത്തനം, ഓരോ അണുവിലും കുടികൊള്ളും ചൈതന്യമേ, ഒരു വേള പോലും ഞാൻ പിരിയാതെ പാടിടാം ആരാധന. വിളക്കിനൂര് ഇപ്രകാരം ഒരു അത്ഭുതം നടന്നു എന്ന് കേട്ടപ്പോൾ അതേപ്പറ്റി കൂടുതൽ പ്രഭാകാന്ത കൊടുക്കുന്നതിനോ അതിന് കൂടുതൽ വിശദീകരണം കൊടുക്കുന്നതിനോ ഒന്നും ഞാൻ പരിശ്രമിച്ചില്ല. കാരണം അക്കാലത്ത് തന്നെ കേരളത്തിൽ തന്നെ വ്യാജ അത്ഭുതങ്ങളുടെ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല, ലോകത്തിൽ പലപ്പോഴും വ്യാജ അത്ഭുതങ്ങൾ വഴിയായിട്ട് വിശ്വാസികളെ കബളിപ്പിച്ച സംഭവങ്ങൾ എനിക്കറിയാം. എങ്കിലും ഈ സംഭവം അറിഞ്ഞപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം, സത്യസന്ധത അറിയുന്നതിന് വേണ്ടിയിട്ട് പഠിക്കേണ്ട രംഗങ്ങളെല്ലാം പഠിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ അന്ന് ഏർപ്പെടുത്തുവാനായിട്ട് ഞാൻ മുൻകൈയെടുത്തു. ഇപ്പോൾ തീർച്ചയായിട്ടും പ്രകാരമുള്ള അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും രൂപതാതലത്തിൽ പഠിക്കണം, സഭാതലത്തിൽ പഠിപ്പിക്കണം. അതുതന്നെ സാർവത്രിക സഭയിൽ റോമിലുള്ള വിദഗ്ധരുടെയും പഠനം ഇതിന് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് രൂപതാതലത്തിൽ ഈ സംഭവത്തിൻ്റെ സത്യസന്ധതയെപ്പറ്റി പഠിക്കുന്നതിന് ദൈവശാസ്ത്ര പണ്ഡിതരും നിയമ പണ്ഡിതരും ആയിട്ടുള്ള ബഹുമനച്ചന്മാരെ ഞാൻ ചുമതലപ്പെടുത്തി. അവർ പഠിച്ചതിന് ശേഷം ഈ സംഭവത്തിന് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി ഇക്കാര്യം മൗണ്ട് സെൻറ്റ് മൊസോമിലെ സിൻഡിൻ്റെ ശ്രദ്ധയിൽ പെടുത്തുകയും മേജർ ആർച്ച് ബിഷപ്പിനോട് ഇക്കാര്യം പഠിക്കുന്നത് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. മേജർ ആർച്ച് ബിഷപ്പ് സഭാതലത്തിൽ വിദഗ്ധന്മാരെ ചെറുപ്പെടുത്തി ഈ സംഭവം വിദഗ്ധമായിട്ട് പഠിക്കുകയുണ്ടായി. അവരുടെ നിഗമനത്തിലും എന്തോ അസ്വാഭാവികം ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ അവസാനമായിട്ടുള്ളൊരു തീരുമാനവും അറിയുന്നതിന് വേണ്ടിയിട്ട് റോമിലേക്ക് ഈ കാര്യങ്ങൾ റെഫർ ചെയ്തു. അന്നത്തെ ആ സമയത്ത് സീറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷൻ ചെയർമാൻ ബഹുമാനപ്പെട്ട അഭിമന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും അഭിമന്യ ജോസഫ് അരുമിച്ചാടത്ത് പിതാവും ഞാനും കമ്മീഷൻ മെമ്പേഴ്സുമായിരുന്നു. ആ നിലയിൽ ഈ കമ്മീഷനിലേക്ക് ഈ ഒരു പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. കമ്മീഷൻ അംഗങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ്, അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിപ്പിതുമായിട്ടൊക്കെ ആലോചിച്ച് ഈ ഒരു പ്രതിഭാസത്തെ പറ്റി പഠിക്കുവാനായിട്ട് ഒരു ഡോക്ടർ കമ്മീഷനെ തന്നെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ ആ കമ്മീഷൻ പഠനം നടത്തി ആ കമ്മീഷൻ അവരുടെ പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ രൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉടനെ ഒന്നും ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ നോക്കാനോ പഠിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചില്ല. കാരണം രൂപതയിലേക്ക് വന്ന ആ തിരക്കിൽ അങ്ങനെ നിൽക്കുകയത്. പക്ഷേ വിളക്കന്നൂടുന്ന് ആ ഓസ്തി ബിഷപ്പ് ഹൗസിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന അവിടുത്തെ പ്രൈവറ്റ് ചാപ്പലിൽ സൂക്ഷിക്കുന്നുള്ള വിവരം ചാൻസലർ അച്ഛൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ തന്നെയും ആ ഓസ്തി എടുക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട്. നീർ നിറഞ്ഞ
തുടർന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തുവാൻ റോമിലേക്ക് അപേക്ഷിക്കുകയും റോം അപ്പസ്തോലിക് നുൻഷിയോ വഴി ഈ വിശുദ്ധ കുർബാന റോമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ചില തുടർ പഠനങ്ങൾക്ക് വേണ്ടി അവർ നുൻഷിയോ വഴി തന്നെ ഈ തിരുവോസ്തി ഇങ്ങോട്ട് തിരികെ നൽകുകയും ചെയ്തു. റോമിൽ നിന്ന് നിർദ്ദേശിച്ച 3 ശാസ്ത്രീയ പഠനങ്ങൾ ഇന്ത്യയിൽ വെച്ച് നടത്താൻ ആവശ്യപ്പെടുകയുണ്ടായി. ആ പഠന റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നിയോഗിക്കപ്പെട്ട ദൈവശാസ്ത്ര സമിതിയുടെ വിലയിരുത്തലും റോമിലേക്ക് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. റോം നടത്തിയ പഠനങ്ങളുടെയും ഇന്ത്യയിൽ നമ്മൾ നടത്തി സമർപ്പിച്ച പഠന റിപ്പോർട്ടുകളുടെയും വെളിച്ചത്തിലാണ് റോമിലെ വിശ്വാസ തിരുസംഘം ഇപ്പോൾ ഈ ഒരു അത്ഭുതത്തിന് NOC നൽകിയിരിക്കുക. ഇതൊരു അത്ഭുതമായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്രകാരമുള്ള ഒരു പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ നടന്ന സംഭവം സത്യവിശ്വാസത്തെ പോഷിപ്പിക്കുന്നതാണ് എന്നും അതിൽ വിശ്വാസവിരുദ്ധമായതോ കൃത്രിമമായതോ ബാഹ്യമായ ഇടപെടലുകളോ സംഭവിച്ചിട്ടില്ല എന്നുമുള്ള തിരുസിംഹാസനത്തിന്റെ അംഗീകാരമായിട്ട് വേണം ഈ ഒരു സംഭവത്തെ മനസ്സിലാക്കാൻ. ബാഹ്യ ഇടപെടലുകൾ ഒന്നുമില്ലാത്തതിനാൽ ഇവയെ വിശ്വാസികളുടെ ആരാധനയ്ക്കും വിശ്വാസ പോഷണത്തിനുമായി ഈ ഒരു അടയാളത്തെ, ഈ ഒരു പരിശുദ്ധ കുർബാനയെ ഉപയോഗിക്കാമെന്നുമുള്ള വത്തിക്കാന്റെ അംഗീകാരമാണ് ഇവിടെ ലഭിക്കുന്നത്. പിന്നെ ഒരു അവിശ്വാസി എന്നത് അദ്ദേഹം ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നയാളാണ് എങ്കിൽ തീർച്ചയായും ഇവിടെ നടത്തിയ പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഈ ഓസ്തിയിൽ സംഭവിച്ചിട്ടുണ്ടോ, ഇവിടെ ഈ ഒരു ചിത്രം രൂപപ്പെടുന്നതിന് നിമിത്തമായ എന്തെങ്കിലും കളറുകളോ പെയിന്റിങ്ങുകളോ ഇതിൽ കടന്നു വന്നിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും രാസവസ്തുക്കൾ ഒരു ഗോതമ്പ് പൊടിയുടെ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഘടനകൾ ഈ ഒരു തിരുവോസ്തിയിൽ ദൃശ്യമാണോ തുടങ്ങിയ പഠനങ്ങളാണ് ഇന്ന് ലോകത്ത് ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തപ്പെട്ടിരിക്കുന്നു. അതിനെ വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. ഇനി വത്തിക്കാൻ ഇത് ഒരു ദൈവിക അടയാളമായി നമുക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോഴും ഈ അടയാളങ്ങളെ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിശ്വാസിക്ക് സഭ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. വിളക്കന്നൂർ ഇടവക ദേവാലയം കർത്താവിന് പ്രിയപ്പെട്ടതായിരുന്നു എന്നും ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ ഈ ഒരു വെളിപാടിന്റെ സംവാഹകനാകാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും വിശ്വസിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. മെയ് 31 ഈ അത്ഭുതത്തെ വത്തിക്കാൻ അംഗീകരിച്ച് പ്രഖ്യാപിച്ച പുണ്യദിനം. വിളക്കന്നൂർ ഇടവകയും തലശ്ശേരി അതിരൂപതയും കേരള സഭയും ഭാരതസഭയും ദൈവസന്നിധിയിൽ ഏറെ നന്ദിയാൽ കരങ്ങൾ കൂപ്പുന്നു. സ്വർഗീയനാഥൻ തന്റെ തിരുമുഖം തിരുവോസ്തിയിൽ പതിപ്പിച്ചു നൽകിയ ദിവ്യകാരുണ്യത്തെ ആദരവോടെ ആരാധിക്കാൻ ദൈവജനം ഒത്തുചേർന്നു. ആ സമയം ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോ പോൾദോ ജിറേലിയുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിശ്വാസ തിരുസംഘത്തിന്റെ ഈ ഡിക്രി ഈ വിളക്കന്നൂർ ദേവാലയത്തിൽ വായിച്ചു. നമ്മുടെ കർത്താവിന്റെ തിരുമുഖം തിരുവോസ്തിയിൽ തെളിഞ്ഞത് സഭ അംഗീകരിച്ച അത്ഭുതം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. It is my fervent hope that this Church of Christ the King in Vilacannur becomes a shrine of reconciliation and unity for the Syro-Malabar Church and a pilgrimage center for Eucharistic devotion in India. I extend to you
I extend to all of you the greetings and the blessing of Pope Leo XIV. May God bless you. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ തെളിഞ്ഞ വിളക്കന്നൂർ ഇടവകയിൽ 2019 മെയ് മാസം മുതൽ 3 വർഷക്കാലം അവിടെ വികാരിയായി ശുശ്രൂഷ ചെയ്ത ആളാണ് ഞാൻ. ആ കാലഘട്ടങ്ങളിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുൻപിൽ അനേക മണിക്കൂറുകൾ ഇരുന്നപ്പോൾ എനിക്കുണ്ടായ ചില ഓർമ്മകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റു ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതം തികച്ചും വ്യത്യസ്തമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആദ്യമേ ആഗ്രഹിക്കുന്നത്. എന്താണ് ഈ വ്യത്യാസം? അത് വളരെ വ്യക്തമാണ്. മറ്റുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി മാംസത്തിൻ്റെ രൂപം എടുത്ത് ദിവ്യകാരുണ്യ അത്ഭുതമായി സഭ പിന്നീട് അത് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ തിരുവോസ്തിക്ക് മാറ്റം വന്ന് മാംസരൂപം പ്രാപിക്കുകയല്ല, തിരുവോസ്തിയിൽ കുർബാന മധ്യേ അതിൽ തിരുമുഖം തെളിഞ്ഞു വരികയാണ് ചെയ്തത്. അത് മറ്റുള്ള അത്ഭുതങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇനി ഈശോയുടെ തിരുമുഖം എന്തുകൊണ്ടാണ് തെളിഞ്ഞു വന്നത്? ലോകത്തിൽ അതുവരെ ഈശോയുടെ 2 തിരുമുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യൻ്റെ ഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ വരയ്ക്കാത്തതുമായ 2 ചിത്രങ്ങൾ മാത്രമാണ് അതുവരെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത്, ഈശോയുടെ കാൽവരി യാത്രയിൽ ഭക്തയായ വേറോനിക്ക തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് ഈശോയുടെ രക്തമൊഴുകുന്ന മുഖം തുടച്ചപ്പോൾ അതിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖം ആയിരുന്നു. രണ്ടാമത്തത്, ഈശോയുടെ മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്തപ്പോൾ ഈശോയെ പൊതിഞ്ഞ തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖമായിരുന്നു. ഇത് 2 മനുഷ്യൻ വരയ്ക്കാത്തതായി ചരിത്രത്തിൽ ഈശോയുടെ മുഖമായി അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ 20 നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ തെളിഞ്ഞു വന്നു. ആ തിരുവോസ്തിയിൽ തെളിഞ്ഞു വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ മുഖം എങ്ങനെയായിരുന്നു എന്ന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. അത് പരിശുദ്ധ കുർബാന സത്യമാണെന്ന് പഠിപ്പിക്കാനും പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സജീവമായ സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനും വേണ്ടിയാണ് ഈ അത്ഭുതം, ഈ അടയാളം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ. ഈ അത്ഭുതത്തെക്കുറിച്ച് വത്തിക്കാൻ പറയുമ്പോഴും കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതകരമായ അടയാളം കണ്ടിട്ടല്ല വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത്. ഈശോ സത്യമായും വിശുദ്ധ കുർബാനയിലുണ്ട്. പക്ഷേ ഈ അസാധാരണമായ സംഭവങ്ങൾ ലോകത്ത് പല സ്ഥലങ്ങളിലും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കാൻ ഉള്ള ഒരു അവസരമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. മിശിഹായിൽ സ്നേഹിതരെ, പ്രാർത്ഥനാ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന വിളക്കന്നൂരിൻ്റെ പുണ്യഭൂമിയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 6:3 കാണുന്ന ഒരു സ്വർഗീയ ദർശനം ഭൂമിയിൽ അവതരിച്ചതുപോലെ ഈ ദിനങ്ങൾ ഈ മണ്ണ് സാക്ഷ്യം വഹിക്കുകയാണ്. ധാരാളം ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ദിവ്യകാരുണ്യ ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുമുഖം പതിഞ്ഞത് കാണുവാനായിട്ട് ധാരാളം ആളുകൾ വിവിധ ദേശങ്ങളിൽ നിന്ന് ജാതി മതഭേദമന്യേ ഈ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷമാണ്.
മറ്റ് ഒച്ചപ്പാടുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്തേക്ക് വരുന്നു, അവിടെ ഇരിക്കുന്നു. കുഞ്ഞു കുട്ടികൾ പോലും വളരെ ശാന്തമായി ഒരു അമ്മയുടെ ചാരത്ത് മടിയിൽ കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് വന്ന് ശാന്തമായി ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തമ്പുരാൻ്റെ വചനമൊക്കെ ഇവിടെ കൂടുതൽ കൂടുതൽ അനർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ദേവാലയത്തിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ വിശ്വാസിയും ഒരു കുഞ്ഞുമകനും മകളും ഒക്കെ അവരുടെ മുഖത്ത് അതിലേക്ക് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിനേക്കാൾ കൂടുതൽ വെണ്മയുള്ളതായി പ്രശോഭിതരായിട്ട് കടന്നു വരുന്നു. 5-6 വർഷങ്ങളൊക്കെ ആയിട്ട് കുമ്പസാരിക്കാത്ത വ്യക്തികൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് അനുതാപത്തിൻ്റെതായിട്ടുള്ള വലിയ അടയാളത്തിലേക്ക് കടന്നു വരുന്നു. അവരെ അനുദപിച്ച് വലിയ സന്തോഷത്തോടെ ദൈവമക്കളുടെ വലിയ ആനന്ദത്തോടുകൂടെ ഈ ഭവനം വിട്ട് ഇറങ്ങിപ്പോകുന്നു. അവരായിരിക്കുന്ന ഗലീലുകളിൽ ഒരുപക്ഷെ ഇനി ഈശോയെ പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി തീരുവാൻ, മറ്റൊരു വിശുദ്ധ കുർബാനയായി തീരുവാനായിട്ടുള്ള വലിയൊരു പ്രതിജ്ഞതയോടുകൂടിയാണ് അവർ പോകുന്നതെന്ന് അവരുടെ മുഖം നമുക്കോട് വിളിച്ചോതുന്നുണ്ട്. ഇതിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് വിളക്കന്നൂർ? സഭയിൽ വലിയ ഒരു സാധാരണ ഇടവക വികാരി എന്ന നിലയിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ ചെല്ലുന്ന കുർബാനയിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ തമ്പുരാനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. വ്യക്തമായൊരു ഉത്തരം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എങ്കിലും എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: കർത്താവ് എപ്പോഴും ബലഹീനന്മാരെ തിരഞ്ഞെടുക്കുന്നു തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി. ബലവാന്മാരെ ഒഴിവാക്കി ബലഹീനരായ മനുഷ്യരെ തിരഞ്ഞെടുക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഈ തലശ്ശേരി അതിരൂപത വിളക്കന്നൂർ എന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. അപ്പം അവിടെയും കിട്ടുന്ന ഉത്തരം, അന്ന് ആ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരെ, പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യമോ ഇല്ലെന്നും അത് ശരിക്കും കർത്താവിൻ്റെ ശരീരരക്തങ്ങളല്ല എന്നും അത് അച്ഛന്മാർ വയറ്റുപഴുപ്പിന് വേണ്ടി നടത്തുന്ന അഭ്യാസങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ വിഭാഗം ആൾക്കാരും സെക്റ്റുകളുമൊക്കെയുണ്ട്. അത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ് 2012, 13, 14 കാലഘട്ടങ്ങൾ. ഒപ്പം ആ സമയത്ത് തന്നെ ഈ ബ്ലാക്ക് മാസിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. സഭയ്ക്കും സഭയുടെ വിശ്വാസത്തിനുമെതിരായി ചിത്രശക്തികൾ പ്രവർത്തനം ഊർജിതമാക്കിയപ്പോൾ കർത്താവ് ഒരു അടയാളത്തിലൂടെ വിശുദ്ധ കുർബാന എന്താണെന്നും വിശുദ്ധരുടെ പ്രാധാന്യം എന്താണെന്നും വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മലബാറിലെ ഈ ഓണങ്കറാമൂലയായ പള്ളി തിരഞ്ഞെടുത്തതെന്നാണ് എൻ്റെ വിശ്വാസവും എൻ്റെ ബോധ്യവും. വത്തിക്കാൻ ഇതിനെ ഒരു അടയാളമായിട്ട് സ്ഥിരീകരിക്കുകയും വത്തിക്കാൻ സ്ഥാനപതി തന്നെ വിളക്കുന്നവർ വന്ന് ഇത് സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടി അത് കൂടുതൽ വിശ്വാസയോഗ്യമായി മാറി എന്നുള്ളതാണ് സത്യം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യൻ. സ്തുതികളിൽ വാഴുന്നവൻ, ആരാധനയ്ക്കേറ്റം യോഗ്യൻ. ക്രിസ്തുരാജന്റെ തിരുമുഖം തെളിഞ്ഞ ദിവ്യകാരുണ്യ സാന്നിധ്യത്താൽ ഈ കുടിയേറ്റ മണ്ണും ദൈവജനവും ഈ പ്രദേശവുമെല്ലാം വലിയ കൃപയാൽ നിറയുന്നു. പീലാത്തോസ് ക്രിസ്തുവിനെ മരണത്തിനു വിധിച്ച് മനുഷ്യർക്ക് മുൻപിൽ ഹാജരാക്കി അന്നു പറഞ്ഞു, ഇതാ നിങ്ങളുടെ രാജാവ്. ആ സമയത്തെ ക്രിസ്തുവിൻ്റെ മുഖം ഇപ്രകാരമെന്ന് ഇതിനോടകം അനേകം ദൈവശാസ്ത്രജ്ഞരും ചിത്രകാരന്മാരും അഭിപ്രായപ്പെട്ട തിരുമുഖം: നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മെ ആശ്വസിപ്പിക്കാൻ, നമ്മെ ചേർത്തു പിടിക്കാൻ ദിവ്യകാരുണ്യനാഥൻ ഇതാ നമ്മെ വിളിക്കുന്നു. പാടിടും